രമേശ് ഏട്ടൻ, സുബിൻ സാർ, അങ്ങനെ എല്ലാവരെയും വളരെയധികം അവരോട് നന്ദി കടപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ അധ്യക്ഷ പ്രസംഗം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വലിയ ഫോർമാലിറ്റീസൊന്നും കൂടാതെ ലളിതമായി വളരെ ഹൃദയഹാരിയായ കുറച്ച് കാര്യങ്ങൾ പറയും. പഴയിടം രുചി ഗുരുവായൂർ മുകുന്ദത്തിൻ്റെ ഒരു വർഷത്തെ യാത്ര വിജയകരമായി എത്തി നിൽക്കുകയാണ്. തൊട്ടു മുമ്പ് സന്തോഷം സൂചിപ്പിച്ചതുപോലെ ഇനിയും ഒരുപാട് വാർഷികങ്ങൾ ഇതിനേക്കാൾ മികച്ച രീതിയിൽ സംഘടിപ്പിക്കാൻ പടയിടം രുചി ഗുരുവായൂർ മുകുന്ദത്തിന് കഴിയട്ടെ. വളരെ സന്തോഷനിർഭരമായിട്ട്, അതിലുപരി വളരെ അഭിമാനത്തോടെ, അതിലുപരി വല്ലാതെ വൈകാരികമായാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 2024 മാർച്ച് 24 ഞങ്ങൾ ഉദ്ഘാടനത്തിൻ്റെ തലേന്ന്, അതായത് കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഞങ്ങൾ ഒരു നിൽപ്പ് നിന്നിട്ടുണ്ട്. ഒരു റെസ്റ്റോറൻറ്റിനകത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം കയറിയിട്ടുള്ള അനുഭവ പരിജ്ഞാനം മാത്രം കൈമുതലായുള്ള ആളുകൾ തൊട്ട് റെസ്റ്റോറൻറ്റ് മേഖലയിൽ ഒട്ടനവധി വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ആളുകൾ വരെയുള്ള വലിയൊരു കൂട്ടായ്മയുമായി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ക്യാൻറ്റീൻ കരാറെടുത്ത് പ്രവർത്തനം ആരംഭിക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ വളരെ വിസ്മയകരമായിട്ടാണ് എന്ന് പറയാം. ഒട്ടനവധി ആളുകളുണ്ട് ഇതിൻ്റെ കാരണക്കാർ. തൊട്ട് മുൻപിൽ അല്പം മുമ്പ് പ്രവീൺ ഇരുന്നിട്ടുണ്ടായിരുന്നു. പ്രവീൺ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി. പ്രവീണാണ് യഥാർത്ഥത്തിൽ ഇതിനുള്ളൊരു പ്രചോദന ശക്തിയായി പ്രവർത്തിച്ച ഒരു ഘടകം. പ്രവീണിൽ നിന്നാണ് ഒരുപക്ഷെ ഇതിൻ്റെ ആരംഭം എന്ന് വേണമെങ്കിൽ പറയാം. പ്രവീണിൽ നിന്ന് ആരംഭിച്ച് ആ യാത്ര ഏറ്റുമാനൂരിലേക്ക് പോയി അവിടെ ചെന്ന് എനിക്ക് ഏറെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള യദുവിനെ കണ്ട് യദുവിനോട് ഇത്തരത്തിലുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ച് അവിടെ നിന്ന് മോഹനൻ തിരുമേനിയിലേക്കും സോജി സാറിലേക്കും എത്തി. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ യാത്രയിൽ രമേശേട്ടൻ കൂടുന്നു. രമേശേട്ടനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടി. അങ്ങനെയാണ് അദ്ദേഹം. പിന്നീട് ആ യാത്രയുടെ ഭാഗമായിട്ട് സുബിൻ വരുന്നു, അപ്പു വരുന്നു, ആര്യ വരുന്നു, അതുപോലെ തന്നെ ഷൈജു ഒക്കെ ഉൾപ്പെടെ. ഷൈജുവിനെയൊക്കെ ഇവിടെ ഇടയിലെപ്പോഴോ കണ്ടിരുന്നു. ഷൈജു അങ്ങനെ ഒരു വലിയ യാത്രയ്ക്ക് കഴിഞ്ഞ വർഷം ഏപ്രിൽ 25 തുടക്കം കുറിക്കുകയാണ്. ഏകദേശം മാർച്ച് 25 മാർച്ച് 31 ആവുമ്പോഴേക്കും വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കൊക്കെ ഞങ്ങൾ എത്തി. കാരണം അത്രയും അനിയന്ത്രിതമായിട്ടുള്ള തിരക്ക്, ഇതിനെ ക്രമീകരിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന എഫർട്ടുകൾ, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കുറേ മാനസിക സമ്മർദ്ദങ്ങൾ. പക്ഷേ അതിലൂടെയൊക്കെ കടന്നുപോയി ഏപ്രിലിലെ തിരക്ക് അതിജീവിച്ച്, മെയ് മാസത്തിലെ തിരക്ക് അതിജീവിച്ച് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം നമ്മളുടെ വണ്ടി പാളത്തിൽ കയറിയിരുന്നു. ഓണക്കാലത്തൊക്കെ തെറ്റില്ലാത്ത രീതിയിൽ മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഏകദേശം ഡിസംബർ ആകുമ്പോഴേക്കും നമ്മൾ ഏകദേശം ഒരു പ്രൊഫഷണലായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു. ഇപ്പോൾ പഴയിടം രുചി ഗുരുവായൂർ മുകുന്ദം വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്. രാവിലെ 5 മണിക്ക് അല്ലെങ്കിൽ 5 മണി കഴിഞ്ഞാൽ ഉടൻ തുറക്കുന്ന നമ്മളുടെ കോഫി കൗണ്ടറും 6 മണിക്ക് തന്നെ പ്രവർത്തനം ആരംഭിക്കുന്ന നമ്മുടെ റെസ്റ്റോറൻറ്റും രാത്രി 10:30 വരെ ഇടതടവില്ലാതെ വളരെ മനോഹരമായി പ്രവർത്തിക്കുന്നുണ്ട്. വരുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ആഹാരം കൊടുത്ത്, ഏറ്റവും സ്നേഹത്തോടു കൂടി ആഹാരം വിളമ്പി, ഏറ്റവും വൃത്തിയോടുകൂടി ആഹാരം വിളമ്പി, ഏറ്റവും ടേസ്റ്റോടു കൂടി ആഹാരം വിളമ്പി, കസ്റ്റമേഴ്സിന് ഏറ്റവും സ്വാദിഷ്ടമായ ആഹാരം വെച്ച് വിളമ്പുന്നത് നിങ്ങളുടെ ഇടയിലിരിക്കുന്ന പല ആളുകളും. ഞാൻ അതിൻ്റെ ഇടക്കാലത്തൊരു ചെറിയ പറയുമ്പോൾ മറ്റാരുമല്ല,
വേണു മാഷിന് പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി സുബിൻ ചേട്ടനെ ക്ഷണിക്കുന്നു. നമുക്ക് ഒരാൾ കൂടി എത്താനുണ്ട്. യാത്രയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ആദരവ് ദുബായിൽ നിന്ന് ദുബായ് NRI ഫോറം നമുക്ക് തന്നിരുന്നു. അത് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ദുബായി പോയപ്പോൾ NRI ഫോറത്തിൻ്റെ സ്വീകരണം എല്ലാം കഴിഞ്ഞ് രാത്രി റൂമിലെത്തി. ഏകദേശം ദുബായ് ടൈം ഒരു മണിയൊക്കെ ആയി കാണും. വെറുതെ നമ്മുടെ CCTV ക്യാമറയൊക്കെ എടുത്ത് ആക്സസ് ഒക്കെ നോക്കിയപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഷൈജു നമ്മളുടെ കിച്ചണിൽ വന്ന് ജോലി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പുലർച്ചെ ഒരു 2:45 3 മണിയാണ് സമയം. സാർ അദ്ദേഹം അവിടെ ജോലി ആരംഭിച്ചു കഴിഞ്ഞു. പുലർച്ചെ 2:30 2:45 3 മണിക്കും ഒക്കെ ലോകം മൊത്തം ഉറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്ത് തുടങ്ങുന്ന കുറേ പേർ, ഒരാളോ രണ്ടാളോ ഒന്നുമല്ല. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും, ഞാൻ ഉറങ്ങാൻ നോക്കുമ്പോഴേക്കും അടുക്കള സജീവമായി. നമ്മളുടെ എണ്ണപ്പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ചേച്ചിമാരും ഒപ്പം ചായക്കാരും ഒക്കെ എത്തി. കിച്ചൺ സജീവമായി. ഞങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ യാത്രയിൽ ഏർപ്പെടുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും അധ്വാനിക്കുന്നുണ്ട്. അവിടെ വരുന്ന ഓരോ ആളുകളെയും നിങ്ങൾ സ്നേഹപൂർവ്വം അവിടെ ഇരുത്തുന്നുണ്ട്, അവർക്ക് ആഹാരം നൽകുന്നുണ്ട്, അവരെ പരിചരിക്കുന്നുണ്ട്, അവർക്ക് പറയാനുള്ള പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട്, അവരെ സാന്ത്വനിപ്പിക്കുന്നുണ്ട്. പലരുടെയും പ്രശ്നങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളായി കേട്ട് അവർക്ക് പരിഹാരം നിർദ്ദേശിച്ച് അവിടെ എന്താണോ മോഹനൻ തിരുമേനിയുടെ ഹോസ്പിറ്റലിൻ്റെ ആതിഥ്യ മര്യാദ, എന്താണോ പഴയിടത്തിൻ്റെയും രുചിയുടെയും ഒപ്പം ഗുരുവായൂർ മുകുന്ദത്തിൻ്റെയും ആതിഥ്യ മര്യാദ, സ്നേഹം, രുചിയുടെ അഴകളവുകളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ ഈ ഗേറ്റ് കടന്നപ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിച്ചത്, ഇന്ന് നമുക്ക് കഴിക്കാനുള്ള ആഹാരം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബച്ചൻ ഉൾപ്പെടെ ഒരുപാട് പേരാണ്. അവരിപ്പോഴും അവിടെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആഹാരം പാചകം ചെയ്തു തരുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങളോടെല്ലാം പറഞ്ഞു തീർക്കാൻ കഴിയാത്ത നന്ദിയുണ്ട്, കടപ്പാടുണ്ട് നിങ്ങളെ ഓരോരുത്തരെയും. പഴയിടം രുചി ഗുരുവായൂർ മുകുന്ദത്തിന് വേണ്ടി ഞാൻ അത്രയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയാണ്. കൂടെ നന്ദി പറയേണ്ടവർ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഗുരുവായൂർ ദേവസ്വം പല ഘട്ടങ്ങളിലും നമ്മളുടെ പല പോരായ്മകളെയും അവർ വിളിച്ച് ഭരണസമിതി ചെയർമാനായിട്ടുള്ള വിജയൻ മാഷ്, അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള വിനയൻ സാറ് തൊട്ട് ഭരണസമിതി അംഗങ്ങൾ ഓരോരുത്തരും, മനോജേട്ടൻ തൊട്ട് ഓരോ ഭരണസമിതി അംഗങ്ങളും, തന്ത്രിയും മല്ലിശ്ശേരി തിരുമേനിയും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും, അമ്പലത്തിലെ ഓരോ ജീവനക്കാർ, അവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സ് തൊട്ട് എല്ലാവരോടും വളരെ വലിയ നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. ഒപ്പം നമ്മളോട് ഒരു പറ്റം സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുന്ന കുറേ പേരുണ്ട് അവിടെ. അവരുടെയൊക്കെ പേരെടുത്ത് പറയുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ്. എന്നാൽ പോലും രമേഷും ഷെജുവും ആദിയും സിമിയും ഒക്കെ തുടങ്ങി
കുട്ടപ്പനുമൊക്കെ തുടങ്ങി കുറേ പേരുണ്ട്. അനിക്കുട്ടൻ എത്തിയെന്നറിയില്ല, അനിക്കുട്ടനോടൊക്കെ വരാൻ പ്രത്യേകം ക്ഷണിച്ചിരുന്നു. അവരൊക്കെ നമ്മളോട് അത്രയും ഹൃദയത്തോട് ചേർക്കപ്പെട്ടവരാണ്. അവരോരോരുത്തരും നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയും ഒപ്പം വളരെ എന്താ പറയുക, നമുക്കൊക്കെ വേണ്ടി നമ്മളെപ്പോലെ പ്രയത്നിക്കുന്ന കുറേ പേർ. ഇതിനെല്ലാം അപ്പുറം ഈ പൊതുസമൂഹം ഗുരുവായൂർക്ക് നമ്മളെപ്പോലെ ഒരു കൂട്ടത്തെ, ഒരു വലിയ പടയെ, അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ഏറ്റവും സ്വാധീന ശക്തിയായി മാറിയ, ഒരു പക്ഷേ ഗുരുവായൂരിലെ ഏറ്റവും വലിയ ബിസിനസ് നടക്കുന്ന റെസ്റ്റോറൻറ്റുകളിൽ ഒന്നായിട്ട് പഴയടം രുചി ഗുരുവായൂർ മുകുന്ദത്തെ മാറ്റിയ ഇവിടുത്തെ പൊതുസമൂഹ രാഷ്ട്രീയ പ്രവർത്തകരോട്, ഇവിടുത്തെ ഭരണ സംവിധാനത്തോട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനോട്, ഗവൺമെൻറ് സംവിധാനങ്ങളോട് തൊട്ട് എല്ലാവരോടും ഈ അവസരത്തിൽ വലിയ നന്ദിയും കടപ്പാടും. വേണുമാഷ് സംസാരിച്ച പോലെ അത്ര ഭംഗിയായിട്ട് സംസാരിക്കാൻ എനിക്കറിയാൻ മേലെന്നുള്ളതാണ്. ഏതായാലും ഒത്തിരി സന്തോഷം. ഇങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു ഹോട്ടലുണ്ടെന്നും ഒരു സംഭവം നമുക്ക് എക്സിക്യൂട്ട് ചെയ്താലോ എന്ന് ചോദിച്ച് ഏറ്റുമാനൂരുള്ള നമ്മുടെ ഹോട്ടലിൽ വേണുമാഷൊക്കെ എത്തിയിട്ട് നല്ലൊരു 1 വർഷത്തിന് മുകളിലായി. അപ്പോൾ അന്ന് അവിടുന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ്. ഇങ്ങനെ ഞങ്ങൾ കൂടി നിങ്ങളുടെ ഒപ്പം നിൽക്കാമെന്നൊരു തീരുമാനത്തിലെത്തുകയും ഗുരുവായൂർ വന്ന് ഈ ഒരു മഹാക്ഷേത്രത്തിൻ്റെ ഈ ഒരു പരിസരത്തുള്ള ഈ ഒരു പാഞ്ചജന്യം ബിൽഡിങ്ങിൽ നമ്മൾ കൂടി നിങ്ങളുടെ ഒപ്പം നിൽക്കാമെന്ന് പറയുകയും ചെയ്ത് ഒത്തിരി സന്തോഷം. ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്തതിനും ഒത്തിരി സന്തോഷം ഞങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നതിനും. ഇപ്പം നിങ്ങളെല്ലാവരുമാണ് ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ഇന്ന ജോലി ചെയ്യുന്ന ആളെന്നില്ല, എല്ലാ ജോലി ചെയ്യുന്നവരും ഈ പഴയടം രുചി ഗുരുവായൂർ മുകുന്ദത്തിൻ്റെ ഭാഗമാണ്. അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയായിരിക്കും. ഇനിയും നമ്മൾ 1ാമത്തെ വാർഷികമാണ് ആഘോഷിക്കുന്നതെങ്കിൽ 5, 10, 15 വർഷമെങ്കിലും നമുക്ക് ഇങ്ങനെ ഒന്നിച്ച് പ്രവർത്തിച്ച് വളരുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഗുരുവായൂർ മുകുന്ദം എന്ന സ്ഥാപനത്തിന് വേണ്ടി ദീപം തെളിയിക്കുന്നതിന് വേണ്ടി വേണു സാർ, യദു സാർ, രമേഷ് സാർ, GM സോജി സാർ എന്നിവരെ ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ സുബിൻ സാറിനെയും ക്ഷണിക്കുന്നു. ശരിക്കും എക്സ്പീരിയൻസ് ഒന്നുമില്ല കേട്ടോ, ക്ഷമിക്കണേ. നമുക്ക് ഈ കിച്ചണിൽ കിടന്നുള്ള വർത്താനം മാത്രമേ പറ്റുള്ളൂ. എനിക്ക് ഇപ്പോൾ തോന്നുന്നു വളരെ കുറേയേറെ ആൾക്കാർ നമ്മുടെ ഓപ്പണിംഗ് മുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരാണ്. അതിനുശേഷം വന്ന കുറച്ച് പേരുമാണുള്ളത്. ഈ ഓപ്പണിംഗ് കാലഘട്ടത്തിൽ നമ്മൾ ഉണ്ടായിരുന്നവർക്കറിയാൻ പറ്റും. ഈ ചെറിയ നിങ്ങളോട് നന്ദി പറയും പോലെ തന്നെ നന്ദി പറയേണ്ടതാണ്. നിങ്ങൾ ഇവിടെ വന്ന് ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കി തന്ന നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, അവരിപ്പോൾ ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും പഴയടം രുചിയുടെ ഗുരുവായൂർ മുകുന്ദത്തിൻ്റെ എല്ലാ നന്ദിയും ഈ ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ അറിയിച്ചുകൊള്ളുന്നു.
ശേഷം നമുക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് സ്തുതിച്ചുകൊണ്ട് നമ്മുടെ സുബിൻ ചേട്ടൻ കാണുമ്പോൾ കണ്ണനയോ കാത്ത് പീതാംബരത്തിലെ ഞൊറികളെയോ അദ്ദേഹത്തിന് പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി അപ്പുവിനെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഇത്ര തിരക്കിലും അദ്ദേഹം നമ്മോടൊപ്പം ചേരാൻ എത്തിയതിൽ ഒരുപാട് നന്ദിയുണ്ട് അദ്ദേഹത്തോട്. പഴയടം രുചി ഗുരുവായൂർ മുകുന്ദം 1-ാം വർഷം ആഘോഷിക്കുന്നു. കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പഴയടത്തിൻ്റെ ഒരു വെൽവിഷർ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഇവിടെ യദുവാണെങ്കിലും വേണുവാണെങ്കിലും രമേശ് ഏട്ടനാണെങ്കിലും പ്രവിയാണെങ്കിലും സുബിയാണെങ്കിലും സന്തോഷാണെങ്കിലും രാജനാണെങ്കിലും അങ്ങനെ പേരെടുത്ത് പറയേണ്ട ഒരുപാട് പേരുണ്ട്. നിങ്ങളൊക്കെ ചെയ്യുന്ന വലിയ എഫേർട്ടുകൾ അതിൻ്റെ തുടക്കം തൊട്ട് അല്ലെങ്കിൽ ആ തുടങ്ങിയ സമയം തൊട്ട് നിറവിൽ നിൽക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. ഇനിയും ഇത് മുന്നോട്ട് പോകട്ടെ.